ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സച്ചി അച്ചുവിനെ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് സച്ചി. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന സച്ചി ഞെട്ടലോടെ തന്നെ അച്ചു അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നു. അച്ചു ആണെങ്കിൽ നല്ല ഉറക്കത്തിലും. അച്ചുവിന്റെ അരികിലേക്ക് വന്ന് സച്ചി മനസ്സിൽ വിചാരിക്കുന്നു, ഈശ്വര, സ്വപ്നം കണ്ടതായിരുന്നോ? ശരിക്കും എന്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഞാൻ അറിയാതെ അർച്ചനയിലേക്ക് ഞാൻ കൂടുതൽ അടുക്കുകയാണോ? ഞാൻ അറിയാതെ എന്റെ മനസ്സ് അർച്ചനയെ സ്വീകരിക്കാൻ തയ്യാറായോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ സച്ചിയുടെ മനസ്സിൽ. ശേഷം കാണിക്കുന്നത് സന്ദീപ് ഫോണിൽ നോക്കിയിരിക്കുന്നു. ഇതേ സമയം ടെൻഷനോടെ വൃന്ദാവനത്തിൽ നിൽക്കുകയാണ് ആതിര. സന്ദീപിന്റെ അടുത്ത് നിന്നും ഒരു മറുപടിയും കിട്ടാത്തതിനാൽ വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് ആതിര. ഫോണിൽ നോക്കി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വെളിച്ചം നോക്കുന്നു. ഇപ്പോൾ സന്ദീപ് ഫോൺ ഓണാക്കിയതേ ഉള്ളായിരുന്നു. ആതിരയുടെ ഫോൺ വന്നതും പിന്നെയും ഫോൺ ഓഫാക്കുകയാണ് സന്ദീപ്. പിന്നെയും ആതിര വിളിക്കുന്നുണ്ട്. ആതിരയുടെ കോൾ എല്ലാം സന്ദീപ് കട്ട് ചെയ്ത് കളയുകയും സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും ചെയ്യുന്നു. രാവിലെ തന്നെ ഒരു ഓട്ടോയിൽ നെല്ലിശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ് ആതിര. സന്ദീപ് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിനാലാണ് വീട്ടിലേക്ക് വന്നത്. അവിടെ വന്ന ശേഷം വീണ്ടും സന്ദീപിനെ ഫോൺ ചെയ്യുന്നുണ്ട്. സന്ദീപ് സോഫയിൽ ഇരിക്കുന്നതും സന്ദീപിന്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നതും ആതിര കാണുന്നു. എന്നാൽ പിറകിൽ നിൽക്കുന്ന ആതിരയെ സന്ദീപ് കാണുന്നില്ല. പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോവുകയാണ് സന്ദീപ്. പിറകെ ആതിരയും പോയപ്പോൾ ഹലോ എന്ന് പറഞ്ഞ് അനഘ ആതിരയെ വിളിക്കുന്നു. ഇതെങ്ങോട്ടായി ചാടി കുറിച്ച് കയറി പോകുന്നത്? ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. ചേച്ചിയെ കെട്ടിച്ചു വന്നിട്ട് ആ മര്യാദകളൊക്കെ മറന്നോ? ഇങ്ങനെ എന്നും ചേച്ചിയെ കണ്ട് വിശേഷം പറയും മാത്രം എന്ത് വിശേഷമാണ് ഈ വൃന്ദാവനത്തിൽ നടക്കുന്നത്? ആതിര പറയുന്നു. അതിന് ഞാൻ ചേച്ചിയെ കാണാനാ വന്നതെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ വന്നതേ സന്ദീപിനെ കാണാനാ. ദേഷ്യത്തോടെ അനഘ പറയുന്നു. സന്ദീപിനെ കാണാനോ? എന്തിന്? അത് ഞാൻ സന്ദീപിനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങുകയായിരുന്നു ആതിര. അപ്പോഴാണ് ആതിരയുടെ കയ്യിൽ പിടിച്ച് താഴേക്ക് വലിച്ചിട്ടിട്ട് ഇങ്ങോട്ട് വാടി എന്ന് പറയുന്നത്. അങ്ങനെ നീ ഇപ്പോൾ സന്ദീപിനെ കാണുന്നില്ലെങ്കിലോ? നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാടി സന്ദീപിനെ കാണാനാ വന്നതെന്ന് നീ എൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്? ആതിര വീണ്ടും പറയുന്നു. അനഘ, നീ മുന്നിൽ നിന്ന് മാറ്. ഇല്ലെങ്കിൽ നീ എന്നെ തല്ലുവോ? എങ്കിൽ തല്ലടി എന്ന് അനഘ പറയുന്നുണ്ട്. തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ തല്ലടി എന്ന് അനഘ പറഞ്ഞപ്പോൾ അനഘയുടെ കരണം മുഖച്ചൊന്ന് കൊടുക്കുകയാണ് ആതിര. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ തന്തയ്ക്ക് പിറന്നവളാണെന്ന്? വളരെ ദേഷ്യത്തിൽ തന്നെ അനഘ തിരിച്ചടിക്കാൻ ഒരുങ്ങിയപ്പോൾ അനഘയുടെ ആ കൈ ആതിര തടയുന്നു. കൈ ബാക്കിലേക്ക് പിടിച്ച് ഒതുക്കി വെച്ചിട്ട് ആതിര പറയുന്നുണ്ട്. ഞാൻ വന്നതേ സന്ദീപിനെ കാണാനാ, കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്നെ തടയാനോ മറ്റോ വന്നാ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുകയാണ് ആതിര. എന്നിട്ട് സന്ദീപിന്റെ അടുത്തേക്ക് പോവുകയാണ് ആതിര. ഇതേ സമയം അനഘ അവന്തികയുടെ അടുത്തേക്ക് വരുന്നു. അവന്തികയാണെങ്കിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വന്നിട്ട് അവന്തികയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യുന്നു. അനഘേ, നീ എന്തായി കാണിക്കുന്നത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനഘ പറയുന്നു. ഞാൻ കാണിക്കുന്നത് മാത്രമേ ചേച്ചി കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ലേ? ഇപ്പൊ അതിന് മാത്രം എന്തുണ്ടായെന്നാ നീ പറയുന്നത് എന്ന് അവന്തിക ചോദിച്ചപ്പോൾ ആതിര തന്നെ തല്ലിയ കാര്യം അനഘ പറയുന്നുണ്ട് അവന്തികയോട്. ഇപ്പൊ മനസ്സിലായോ എന്താ സംഭവിച്ചെന്ന് എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക ചോദിക്കുന്നു. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ദേഷ്യത്തോടെ തന്നെ അനഘ പറയുന്നു. എന്നെ കൈനീട്ടി അടിക്കാൻ മാത്രം അവൾ ആരാണെന്ന് ചോദിക്കണം. എന്നിട്ട് ഇങ്ങോട്ട് കിട്ടിയതുപോലെ ഒരടി അങ്ങോട്ടും കൊടുക്കണം. അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ചേച്ചി വന്നേ എന്ന് പറഞ്ഞ അവന്തികയുടെ കൈയും പിടിച്ച് അനഘ പോകുന്നു. ഇതേ സമയം ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സന്ദീപ്. സന്ദീപിന്റെ മുറിയിലേക്ക് ആതിര പോകുന്നു. സന്ദീപ് കാണാതെ തന്നെ ആതിര സന്ദീപിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അവിടെ ഇടുകയാണ് സന്ദീപ്. എന്നിട്ട് തിരിഞ്ഞു നോക്കിയതും ആതിര മുന്നിൽ നിൽക്കുന്നത് സന്ദീപ് കാണുന്നു. ദേഷ്യത്തോടെയാണ് ആതിര സന്ദീപിനെ നോക്കുന്നത്. ദേഷ്യത്തോടെ തന്നെ സന്ദീപിനോട് ആതിര പറയുന്നു, തോന്നിവാസം കാണിക്കരുതെന്ന്. തോന്നിവാസമോ? എന്ത് തോന്നിവാസം എന്ന് സന്ദീപൻ ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവന്തികയുടെ കൈയും പിടിച്ച് അനഘ മുകളിലേക്ക് കയറി വരുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ സന്ദീപിന് എന്നോട് ദേഷ്യം? സന്ദീപിനോട് ഞാൻ പറഞ്ഞതല്ലേ കാണണ്ടെന്ന്. അപ്പോൾ ഇയാൾക്കായിരുന്നു അത്യാവശ്യം. അവസാനം ഞാനാണെന്ന് മനസ്സിലായപ്പോൾ ഇയാൾക്കെന്താ ആവേശമൊക്കെ തണുത്തു പോയോ? മിസ് കോളുകളൊക്കെ സന്ദീപിന്റെ ഫോണിൽ നിന്നായിരുന്നെന്ന് ആദ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് വൈകി. ഇയാളുടെ ശബ്ദം ഒന്ന് കേൾക്കാതെ ഉറങ്ങാൻ കഴിയില്ലെന്നായി, ഇനി ജീവിക്കാനും കഴിയില്ലെന്നായി എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആതിര. ഇതൊക്കെ പുറത്തു നിന്ന് അവന്തികയും അനഘയും കേൾക്കുന്നുണ്ട്. അനഘ ചോദ്യം ചെയ്യാനായി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവന്തിക അനഘയുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തുന്നു. കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട് ആതിര സന്ദീപിനോട്, എന്നോട് എന്തോ അത്യാവശ്യമായി പറയണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ പറയേ.
സന്ദീപിന് എന്താ എന്നോട് പറയാനുള്ളത്? സന്ദീപ് കാണാൻ ആഗ്രഹിച്ച ആള് തന്നെയാ മുന്നിൽ വന്ന് നിൽക്കുന്നത്. പറയ്, എന്താ എന്നോട് പറയാനുണ്ടായിരുന്നത്? എന്നാൽ സന്ദീപ് ഒന്നും മിണ്ടുന്നില്ല. എന്താ, ഒന്നും പറയാനില്ലേ എന്ന് ആതിര ചോദിക്കുന്നു. സന്ദീപ് പറയുന്നു, ആതിര പ്ലീസ്, ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കരുത്. ആരെങ്കിലും കേട്ടാൽ അറിയട്ടെ, എല്ലാവരും അറിയട്ടെ, എന്നിട്ട് ചോദിക്കട്ടെ എന്നോട്. ഞാൻ പറഞ്ഞോളാം മറുപടി. സന്ദീപ് പറയുന്നു, എന്ത് മറുപടി? നമ്മൾ തമ്മിൽ അതിന്? അത് കേട്ട് വീണ്ടും കരഞ്ഞുകൊണ്ട് ആതിര പറയുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ? എനിക്കറിയായിരുന്നു സന്ദീപിന് എന്നെ ഇഷ്ടമാണെന്ന്. അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഘ. ആതിര വീണ്ടും പറയുന്നു, സന്ദീപ് കാണണമെന്ന് തീർത്ത് പറഞ്ഞത് മുതൽ തീ തിന്നുകയാണ് ബാക്കിയുള്ളവര്. സന്ദീപിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതിന് മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും തല്ലുകൊള്ളാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി സന്ദീപിനൊപ്പമേ ആതിര ജീവിക്കുന്നുള്ളൂ. എന്താ, സന്ദീപിന് എന്നെ വിശ്വാസം വരുന്നില്ലേ? സന്ദീപ് പറയുന്നു, ആതിരെ, ഞാൻ താനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടല്ല കാണാൻ ആഗ്രഹിച്ചതും സംസാരിക്കാൻ ആഗ്രഹിച്ചതും. ആതിര പറയുന്നു, എന്ന് വെച്ചാൽ ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ സന്ദീപിനെ എന്നെ സ്വീകരിക്കാൻ വയ്യെന്നാണോ? അത്രയും പറഞ്ഞ് സന്ദീപ് പോകാൻ തുടങ്ങിയപ്പോൾ ആതിര സന്ദീപിനെ തടയുന്നു. ഇതെല്ലാം പുറത്തുനിന്ന് കാണുകയാണ് അനഘ. ആതിര പറയുന്നു, എന്നെ ഇഷ്ടമല്ലെങ്കിൽ അല്ലെന്ന് പറയാൻ. ആതിര, നീ വെറുതെ ബഹളം ഉണ്ടാക്കലേ എന്ന് സന്ദീപ് പറയുന്നുണ്ട്. എന്നാൽ ഉച്ചത്തിൽ ആതിര പറയുന്നു, ഞാൻ ബഹളം ഉണ്ടാക്കും. ഞാൻ ചോദിച്ചതിന് സന്ദീപ് ആൻസർ താ. എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് വീണ്ടും വീണ്ടും ആതിര ചോദിക്കുന്നുണ്ട്. ആതിര, നിന്റെ ശബ്ദം ഒന്ന് കുറയ്ക്കേ എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് സന്ദീപ്. അങ്ങനെ സന്ദീപിന്റെ കരണത്തടിക്കുന്നുണ്ട് ആതിര. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അനഘ. ആതിര പറയുന്നു, എന്നെ ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചു തല്ലാൻ. എന്നാൽ സന്ദീപ് തല്ലുന്നില്ല. സന്ദീപിനെ കെട്ടിപ്പിടിക്കുകയാണ് ആതിര. ഇതും കൂടി കണ്ടപ്പോൾ അനഘയ്ക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. ആതിര അനഘ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക തടയുന്നു. ചേച്ചി വിട്, ഞാൻ അവളെ കൊല്ലട്ടെ എന്നൊക്കെ അനഘ പറയുന്നുണ്ട്. നീ വെറുതെ എടുത്ത് ചാടരുത്, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ദേഷ്യത്തോടെ താഴേക്ക് പോവുകയാണ് അനഘ. മുറിയിലെത്തിയ അനഘ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. സന്ദീപിന്റെ മുറിയിൽ നടന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അനഘ. മുറിയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നു. പെട്ടെന്ന് തന്നെ ആതിര പോയി മുറിയുടെ ഡോർ അടയ്ക്കുന്നു. ആതിര വീണ്ടും സന്ദീപിനോട് പറയുന്നു, സന്ദീപെ, നീ വെറുതെ എന്നെ ടെൻഷൻ ആക്കരുത്. വേറെ ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നതാണോ സന്ദീപിന്റെ പ്രശ്നം? ഇനി പറയൂ, സന്ദീപ് എന്താ എന്റെ കോൾ എടുക്കാതിരുന്നത്? സന്ദീപ് എന്തെങ്കിലും വാ തുറന്ന് പറയുന്നുണ്ടോ? ഞാൻ എന്ത് പറയാനാ, നീയല്ലേ എല്ലാം ചെയ്തു വെച്ചത് എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു, അതെ, ഞാൻ ഒറ്റയ്ക്ക്. ഇയാളുടെ കുറെ പഞ്ചാര വർത്തമാനത്തിൽ വീണു പോയതാ ഞാൻ ചെയ്ത തെറ്റ്. സന്ദീപ് ഇപ്പോൾ നിൽക്കുന്ന പോലെ അവിടെ ഇവിടെയും തൊടാതെ നിൽക്കാൻ എനിക്കും ആവുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യാത്തത് അതിന് ഞാനൊരു ആത്മാർത്ഥത കണ്ടതുകൊണ്ടാണ്. പക്ഷേ സന്ദീപോ, ആ ശബ്ദത്തിന്റെ പുറകിൽ ഞാനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ സന്ദീപിനെ എന്നെ വേണ്ടതായി അല്ലേ? ഇതൊക്കെ പുറത്തുനിന്ന് അവന്തിക കേൾക്കുന്നുണ്ട്. വീണ്ടും ആതിര സന്ദീപിനോട് പറയുന്നു, സന്ദീപ് എന്നോട് പണ്ട് ഫോണിൽ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? ഒരു ദിവസം പോലും എന്നോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലെന്ന്. ആ സന്ദീപാണോ ഇപ്പോൾ ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്തത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മുന്നിൽ വന്ന് ഞാനാണെന്ന് തുറന്ന് പറയണോന്ന്. ഞാൻ അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്കിങ്ങനെ കയറി വരേണ്ട കാര്യമില്ലായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങള്, ആഗ്രഹങ്ങള്, പൊട്ടിച്ചിരികള് എല്ലാം എത്ര നിമിഷം കൊണ്ട് അവസാനിച്ചേ നോക്ക്. എന്നെങ്കിലും ഒരു ദിവസവും സന്ദീപ് എല്ലാം അറിയുമ്പോൾ സന്ദീപ് എന്നോട് ദേഷ്യപ്പെടുമെന്ന് ഞാൻ കരുതി. ചിലപ്പോൾ ഒരു തല്ലിൽ ദേഷ്യം തീർക്കുമെന്നും കരുതി. അതിലൊന്നും എനിക്ക് പരാതിയില്ലായിരുന്നു. പക്ഷേ സന്ദീപ് ചെയ്തത് എന്താ? വിളിച്ചാൽ എടുക്കാതിരിക്കുക, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാതിരിക്കുക, ഒരുമാതിരി ചീപ്പ് റിവെഞ്ച്. സന്ദീപിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ കോൾ എടുത്തിട്ട് പറയണമായിരുന്നു. ഒരു ഭീരുവിനെ പോലെ ഈ വീട്ടിനകത്ത് കയറി പതുങ്ങിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. എല്ലാത്തിനും ഒരു അതിരുണ്ട് സന്ദീപേ. ആ അതിര് കടന്നു പോകുമ്പോഴാ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു പോകുന്നത്. ശബ്ദത്തിലൂടെ മാത്രം പരസ്പരം അറിഞ്ഞവരാണ് നമ്മൾ. എപ്പോഴൊക്കെയോ പരസ്പരം ഇഷ്ടമാണെന്ന് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇവിടിപ്പോൾ ഞാനായതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ കുഴപ്പം സന്ദീപിന്റെ മനസ്സിനെ എത്രത്തോളം ദുർബലപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനാണ് സന്ദീപ് തിരഞ്ഞ ആളെന്ന് അറിഞ്ഞ ശേഷം സന്ദീപ് ചെയ്തതൊക്കെ ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എനിക്കറിയണം സന്ദീപിനെ ആതിരെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. എന്നാൽ സന്ദീപിന് മറുപടി ഒന്നും പറയാൻ കഴിയുന്നില്ല. സന്ദീപ് ആതിരയ്ക്ക് മുഖം കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നു. അനഘയാണെങ്കിൽ മുറിയിൽ വളരെ ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആതിര വീണ്ടും സന്ദീപിനോട് പറയുന്നു, വലിയ പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ പോകുന്നത് വലിയൊരു തിരിച്ചറിവുമായിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി സ്നേഹിച്ച പുരുഷന് നട്ടലില്ല എന്ന തിരിച്ചറിവുമായിട്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ. ഒരിക്കൽ പോലും സന്ദീപിന് എന്നോട് ഒരു ഇഷ്ടം പോലും തോന്നിയിട്ടില്ലേ? ശരിക്കും പറഞ്ഞ ഞാനാ മണ്ടി. സന്ദീപ് വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റു ചെവിയിൽ കൂടെ കളയേണ്ടതുള്ളതിന്
അതൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ചു. തുടരുന്നതിന് മുമ്പ് പാളിപ്പോയ ഒരു പ്രണയമായിരുന്നു എൻ്റേത്. ചിലപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ചത് കൊണ്ടാവും. ശരിക്കും ഹൃദയം നുറുങ്ങിപ്പോവാണ് എൻ്റെ. ഈ വീട്ടിലേക്ക് വേറൊന്നും വകവയ്ക്കാതെ ഞാൻ കയറി വരണമെങ്കിൽ സന്ദീപിനെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സന്ദീപ് ഒന്നും മിണ്ടുന്നില്ല. ആതിര വീണ്ടും പറയുന്നു, ഓരോ ഫോൺ കോളിലും അമിതമായി സന്തോഷിച്ചത് കൊണ്ടാകും ഈശ്വരൻ അവസാനം ഇങ്ങനെ കൊണ്ട് നിർത്തിയത്. പക്ഷേ ഇതോടെ എല്ലാം അവസാനിച്ചത് ഞാൻ കരുതുന്നില്ല. കാരണം ഒന്നിക്കാതെ പോയ പ്രണയമാണ് ഏറ്റവും സുന്ദരമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ. അത്രയും പറഞ്ഞ് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് ആതിര. ഇതെല്ലാം കേട്ട് എന്ത് പറയണമെന്നറിയാതെ ഒന്നും മിണ്ടാതെ സന്ദീപും നിൽക്കുന്നു. ഇതെല്ലാം പുറത്ത് കേട്ട് നിൽക്കുമായിരുന്നു അവന്തിക. അവന്തികയ്ക്കും ദേഷ്യം സഹിക്കാനാകുന്നില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.